തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വരുന്ന 22-ാം തീയതിയോടെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. 31-ാം തീയതിയോടെ കേരള തീരത്ത് കാലവർഷം എത്തിയേക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കടലോര മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് ജില്ലാ ഭരണകൂടം. കടലോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രകൾ ഒരു തരത്തിലും അനുവദിക്കാനാവില്ല എന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. എല്ലാ ദുരന്ത നിവാരണ വിഭാഗത്തോട് ഏത് സാഹചര്യം വന്നാലും നേരിടാൻ സജ്ജരായിരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്തും ഇടുക്കിയിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലും വരുന്ന 3 ദിവസത്തേക്ക് അതിതീവ്രമായ മഴയുണ്ടായേക്കുമെന്നും മറ്റിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയുടെ ഭാഗമായി അതിശക്തമായ മഴ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുന്നത്. പൊന്മുടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരത്തിനായി ആരും ഈ ദിവസങ്ങളിൽ പോകരുത് എന്നാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലോരത്തുള്ള വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയും അതിശക്തമായി പെയ്യുന്നതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് തീരമേഖലകളിലടക്കം ഉണ്ടാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അദിത് VP ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് അദിത്, മഴയുണ്ടോ അവിടെ? എന്താ അവസ്ഥ? ജോർജ് ബിജുവും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. മഴയുടെ സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് മഴക്കാഴ്ചകൾ തുടരുന്നുണ്ട്. നമുക്ക് ഇടുക്കിയിലേക്കാണ് പോകേണ്ടത്. പ്രിൻസ് ആദ്യം ചേർന്നിരുന്നു, പക്ഷേ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പ്രിൻസ് ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? എൽദോ, തീർച്ചയായും ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ മഴ ഇത് രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കനത്ത മഴ ഈ മേഖലയിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രകളിലൊക്കെ സുരക്ഷ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നീരൊഴുക്ക് പ്രധാന ജലാശയങ്ങളിലേക്ക് അടക്കം പുഴകളിലേക്കും ഒക്കെ നീരൊഴുക്ക് അതിശക്തമായി വർദ്ധിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ജലാശയങ്ങളിലേക്കും പുഴകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും ഒക്കെ ഇറങ്ങരുതെന്ന നിർദ്ദേശങ്ങൾ ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം ജീപ്പ് സഫാരി അടക്കമുള്ള വിനോദ ഉപാധികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ DTPC 2 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പിനും സാധ്യതയുള്ളതിനാൽ 2 ദിവസത്തേക്ക് മണ്ണെടുപ്പും മറ്റ് ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായൊരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ മേഖലയിൽ നൽകിയിരിക്കുന്നു. മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ മണ്ണ് ഓടിക്കുന്ന സാഹചര്യം, മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നു. റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജനങ്ങളോട് ജാഗ്രത പുലർത്തുന്നുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന സഞ്ചാരികൾക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഏതായാലും അവധി ദിവസങ്ങൾ അവസാനിക്കാറായതിനാൽ ജില്ലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും മൂന്നാർ അടക്കമുള്ള മേഖലയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുത്തുന്നവർക്കും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരോടുമൊക്കെ സുരക്ഷ പാലിക്കണമെന്നും വിനോദസഞ്ചാരികളുടെ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എൽദോ, ഓക്കെ, റൈറ്റ്. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് ഓർത്തു വയ്ക്കുക. വളരെ സൂക്ഷ്മതയോട് മാത്രം വാഹനങ്ങളിൽ മലയോര മേഖലയിലേക്ക് പോവുക. പ്രിൻസ്, താങ്ക് യു ജോയിൻ ചെയ്തതിന്. ഇനി ഈ മഴയുടെ കാഴ്ചകൾ വരുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ